കാലത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് പലരും വിസ്മരിക്കപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഓർമ്മകളാണ് തിരുദൂതരുടേത്. റബീഉൽ അവ്വൽ പിറക്കുമ്പോൾ അത് കൂടുതൽ സജീവമാകുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം ഓർക്കുകയും പിന്നെ മറക്കുകയും ചെയ്യുന്നതല്ല ആ സ്മരണകൾ. വിശ്വാസികളുടെ ഹൃദയത്തിലും നാവിലും ചലന നിശ്ചലനങ്ങളിലും സദാസമയം ഉദിച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ദർശനങ്ങളും അധ്യാപനങ്ങളും മൊഴികളുമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. വിശ്വാസി ഒരു പ്രവർത്തനം ചെയ്യാനൊരുങ്ങുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നന്വേഷിക്കുന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കണ്ണോടിച്ചാണ്. അങ്ങനെ അവൻ്റെ ജീവിതത്തെ ആകെ സ്വാധീനിക്കുന്ന തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മനാളെത്തുമ്പോൾ അവന് സന്തോഷിക്കാതിരിക്കാനാകില്ല. മുസ്ലിമിൻ്റെ മതപരമായ ആഘോഷങ്ങളെല്ലാം ആരാധനയാണ് എന്നതിനാൽ തന്നെ അത്യധികം പവിത്രതയോടെയും ഭക്ത്യാദരവോടെയുമാണ് നബിദിന അനുബന്ധ ആഘോഷങ്ങളെ വിശ്വാസി സമൂഹം കാണുന്നത്. മധുരം വിതരണം ചെയ്യലും പാട്ടുപാടലും ഘോഷയാത്ര നടത്തലും ദഫ്മുട്ടലും മാത്രമല്ല ഇവിടെ നടക്കുന്നത്. അതെല്ലാം ബാഹ്യ ആവിഷ്കാരങ്ങളാണ്. അതേസമയം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിൻപറ്റാനും അവിടുത്തെ സന്ദേശങ്ങൾ വിളംബരം ചെയ്യാനും ജീവിതവും ദർശനവും പ്രചരിപ്പിക്കാനും നബിദിനം അവസരമൊരുക്കുന്നുണ്ട്. കൂടുതൽ സ്വലാത്തുകൾ ചെല്ലാനും ഹദീസുകൾ അടുത്തറിയാനും വേദിയൊരുക്കുന്നുമുണ്ട്. അതെല്ലാം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം ചെറുതല്ലല്ലോ. തിരുനബി ഓർമ്മയെ തിരസ്കരിക്കുന്ന, വെറുക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. ഈ നിലപാടിൻ്റെ ന്യായം ബുദ്ധിയുള്ളവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. നബിസ്നേഹം വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടാൻ വെമ്പുന്നവർക്ക് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക? വിശുദ്ധ ഖുർആൻ ആരാധനകളും തത്വസംഹിതകളും ന്യായോപദേശങ്ങളുമാണെന്ന് പറയുമ്പോൾ തന്നെ മുൻകാല പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മാതൃകകൾ അത് വിവരിക്കുന്നുണ്ടല്ലോ. അവരുടെ ജനനവും ജീവിതവും മരണവും യാത്രയും വിശ്രമവും മറ്റു ചലനങ്ങളും ഓർത്തെടുക്കാനും പിന്തുടരാനും ഉപദേശിക്കുന്നുമുണ്ട്. ഖുർആനിൻ്റെ ഉള്ളടക്കത്തിൽ അതെല്ലാം അടങ്ങിയിരിക്കുന്നു. ഖുർആനിൻ്റെ ഇതേ രീതിയാണ് മുസ്ലിം ഉമ്മത്ത് മൗലിദ് ആചരണത്തിലൂടെ പിന്തുടരുന്നത്. വ്യക്തികളെയും അവരുടെ ജീവിതത്തെയും പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് മൗലിദിൻ്റെ ലക്ഷ്യമെങ്കിൽ ഖുർആൻ തന്നെയാണ് മൗലിദ് പാരായണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബവും തെളിവും.